प्रिय बच्चे, आप कैसे हैं? खुश है ना? सभी ने अपने अपने घर में सुरक्षित है? हाँ, पिछले कक्षा में हमने साहिल और बेला ने दुकान में स्याही भरवाने के लिए पहुंचा और मार साहब के गणित कक्षा के बारे में भी पढ़ाए। अब देखिए पेज नंबर 10 देन फर्स्ट सेक्शन लास्ट पैराग्राफ। दीपावली की छुट्टियों के बाद जब स्कूल खुला तो बेला के सिर पर सफ़ेद पट्टी बांधी थी। कोई उसे होय हे होय सफ़ेद पट्टी कह रहा था तो कोई सुल्ताना टाकू तो कोई कुछ और कहकर चिढ़ा रहा था। ओके, दीपावली की छुट्टियों में, दीपावली हॉलीडेസിന് ശേഷം जब स्कूल खुला तो स्कूल ओपन ആയപ്പോൾ गुलना ओपन टू ओपन जब स्कूल खुला तो दीपावली के छुट्टी के बाद स्कूल जब खुला तो എപ്പോഴാണ് സ്കൂൾ തുറന്നത് ആ സമയത്ത് ബേള के सिर पर सिर मीन्स हेड തല ബേളയുടെ തലയിലെ സഫേദ് പട്ടി ഒരു വൈറ്റ് ബാൻഡേജ് ബാന്ധിത്തി ഉണ്ടായിരുന്നു. കോയി ഉസെ ചിലർ അവളെ ഹോയ് ഹേ ഹോയ് സഫേദ് പട്ടി വെള്ളക്കെട്ട് തലയിൽ വെള്ളക്കെട്ടുള്ളവളെ കൈ രഹാത്ത വിളിച്ചിട്ടുണ്ടായിരുന്നു. തോ കോയി ചിലവർ സുൽത്താന ടാക്കു കൊള്ളക്കാരുടെ രാജ്ഞി, സുൽത്താന ടാക്കു മീൻസ് കൊള്ളക്കാരുടെ രാജ്ഞി എന്നും തോ കോയി ചിലവർ തോ കോയി കുച്ച് ഓർ കേക്കർ വേറെ എന്തൊക്കെയോ കേക്കർ വിളിച്ചിട്ട് ചിടാ രഹാത്ത അവളെ കളിയാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദീപാവലിക്ക് छुट्टियों के बाद स्कूल खुले तो बेला के सिर पर क्या हुआ? एक सफ़ेद पट्टी बांधी थी. सफ़ेद पट्टी बांधी थी उस समय कुछ और होय हे होय सफ़ेद पट्टी और कुछ और सुल्ताना टाकू भी कहकर उसको चिढ़ा रहा था. അവളെ വാശി പിടിപ്പിക്കുക അല്ലെങ്കിൽ അവളെ കളിയാക്കിക്കൊണ്ടിരുന്നു. ये क्या हो गया बेला? साहिल ने परेशान होते हुए पूछा. ये क्या हो गया? ഇതെന്താ പറ്റിയത് ബേള? സാഹിലിനെ പരേശാൻ ഹോത്തെ ഹുയെ വളരെയധികം പരിഭ്രമിച്ചുകൊണ്ട് പൂച്ച അവൻ ചോദിച്ചു, അവളോട് ചോദിക്കുകയാണ്. ചത്ത് സേ ഗിർ ഗയി. അപ്പോൾ അവൾ പറഞ്ഞു എന്താണ്? ബേലാനെ ഹസ്തേ ഹുയെ കഹ. ബേള ചിരിച്ചുകൊണ്ട് പറയാണ് ചത്ത് സേ ഗിർ ഗയി. ചത്ത് മീൻസ് റൂഫ്, മേൽക്കൂര. അവിടെ ടെറസിൻ്റെ മുകളിൽ നിന്ന് ഗിർ ഗയി അല്ലേ, ഗിർന ഫെൽ ഡൗൺ അല്ലേ, താഴെ വീണു. അതായത് ചത്ത് സേ ഗിർ ഗയി, ചത്ത് സേ ഗിർ ഗയി അല്ലേ, റൂഫിൻ്റെ മുകളിൽ നിന്ന് വീണു. ബേളാനെ ഹസ്തേ ഹുയെ കഹ അല്ലേ, ടെറസിൽ നിന്ന് ഒന്ന് വീണു. ബേള ചിരിച്ചുകൊണ്ട് പറയുകയാണ് ഔർ കഹ, എന്നിട്ട് പറഞ്ഞു ബഹുത് ദിൻ ഹോ ഗേ, ഒരുപാട് ദിവസമായില്ലേ. ആജ് ഗേൽഗണ്ടി മേ ഗാന്ധി ചൗക്ക് മേ ലങ്കടി ടാങ്ക് ഗേലെങ്കെ. ആജ് ഗേൽഗണ്ടി മേ, ഇന്ന് നമുക്ക് PT പീരീഡ് എന്ത് ചെയ്യാം? ഗാന്ധി ചൗക്കിൽ ലങ്കടി ടാങ്ക് ഗേലെങ്കെ. എന്താ ലങ്കടി ടാങ്ക്? മുടന്തൻ കളി നമുക്ക് കളിക്കാം. നെഹി ഗേലെങ്കെ, കളിക്കണ്ട, അത് വേണ്ട. തേരെ സിർമേ, നിന്റെ തലയിൽ ഫിർസേ ലഗ് ജായഗി തോ, നിന്റെ തലയിലെ മുറി വീണ്ടും ഇളകും. നെഹി ലഗേഗി, അതൊന്നും ഉണ്ടാവില്ല. ബേളാനെ ജിദ്ക്കി, എന്നാൽ വീണ്ടും അവൾ എന്ത് ചെയ്തു? ബേളാനെ ജിദ്ക്കി, ബേള ശാഠ്യം പിടിച്ചു. और वे हमेशा की तरह सारे बच्चों के साथ गांधी चौक की भालू में पूरी लंगड़ी टांग गेले. इन बच्चों को अपने चारों ओर गेलते देखकर गांधी जी की मूर्ति ऐसी दिखाई पड़ती जैसे और समय से कुछ अधिक मुस्कुरा रही हो. नहीं लगेगी, അതൊന്നും ഉണ്ടാവില്ല, പ്രശ്നമില്ല. ബേളാനെ ജിദ്ക്കി, ബേള വാശി പിടിച്ചു. और वे हमेशा की तरह, കൂടാതെ അവൾ ഹമേശാ की तरह പതിവ് പോലെ അവർ സാരെ ബച്ചോം കെ സാത്ത് കുട്ടികളുടെ കൂടെ ഗാന്ധി ചൗക്കിക്ക് ബാലുമേ, ഗാന്ധി ചൗക്കിലെ ബാലു മീൻസ് രേത്ത് മണൽ അല്ലേ, മണലിലെ പൂരി ഗേൽഗണ്ടി ആ PT പീരീഡ് മുഴുവൻ ലങ്കടി ടാങ്ക് അവർ കളിച്ചു, മുടന്തൻ കളി അവർ കളിച്ചു. ഇൻ ബച്ചോം കോ അപ്പനെ ചാരോം ഓർ ഗേൽത്തെ ദേക്കുകൾ. ഇൻ ബച്ചോം കോ, ഈ കുട്ടികളെ അപ്പനെ ചാരോം ഓർ
തൻ്റെ ചുറ്റും ഗേൽത്തെ ദേക്കുകൾ കളിക്കുന്നത് കണ്ടിട്ട് ഗാന്ധിജിക്ക് മൂർത്തി ഗാന്ധി പ്രതിമ മൂർത്തി മീൻ സ്റ്റാച്ചു ഗാന്ധി പ്രതിമ ഐസി ദിക്കായി പെടുത്തി ഇപ്രകാരം കാണപ്പെട്ടു. ജൈസെ അതായത് ഔർ സമയസെ കുച്ച് അധികം മുസ്കരാ രഹി ഹോ പതിവിനേക്കാൾ വിപരീതമായിട്ട് കുറച്ച് അധികം അദ്ദേഹം ചിരിക്കുകയാണെന്ന് തോന്നി. കാരണം ക്യാ ഹേ ഈ प्यार भरी निष्कलंक बच्चों की प्यार भरी दोस्ती देखकर दोस्ती मनोभाव से गेलते देखकर गांधी जी की मूर्ति समय से अधिक मुस्कुरा रही है. ओके नेक्स्ट पैराग्राफ. रविवार का दिन था. साहिल अपने घर में नीम के पेड़ की डाली पकड़कर झूम रहा था. वो एक स्टूल पर चढ़कर झूलता था. अचानक टूटे स्टूल की एक कील साहिल की पिंडली में लग गई. 1 इंच गहरा गड्ढा हो गया. അപ്പോൾ നമ്മുടെ ബേളയുടെ തലയിലൊരു വൈറ്റ് കെട്ടുണ്ട് അല്ലേ, ബാൻഡേജ് ഉണ്ട്, മുടി ഉണ്ടായി. അങ്ങനെ അവൾ എല്ലാ കുട്ടികളും അവളെ കളിയാക്കി. നോക്കൂ നെക്സ്റ്റ് പാരഗ്രാഫ്. രവിവാർ കാ ദിൻ താ അല്ലേ, രവിവാർ കാ ദിൻ താ, രവിവാർ സൺഡേ അല്ലേ, സൺഡേ ആയിരുന്നു. സാഹിൽ അപ്പനെ ഗർമേ സാഹിൽ തൻ്റെ വീട്ടിൽ നീം കെ പേടിക്ക് നീം ട്രീയുടെ ഡാലി പക്കെടുക്കർ ആ ശിഖരം കൊമ്പ് പിടിച്ചിട്ട് ജൂം രഹാത്ത ആടുകയായിരുന്നു. വ ഏക്ക് സ്റ്റൂൾ പർ ചടുക്കർ അവനൊരു സ്റ്റൂളിൽ കയറിയിട്ട് ജൂൽത്താത്ത ആടി. അച്ചാനക്ക് പെട്ടെന്ന് ടൂട്ടെ സ്റ്റൂൾ കി പൊട്ടിയ സ്റ്റൂളിൻ്റെ ഏക്ക് കീൽ കീൽ മീൻസ് നെയിൽ ആണി സാഹിൽ की पिंडली में സാഹിലിൻ്റെ पिंडली എന്താ पिंडली घुटने के पीछे का मांसल ഭാഗ്. അച്ചാനക് ടൂട്ടെ സ്റ്റൂൾ കി അല്ലെ പെട്ടെന്ന് സ്റ്റൂളിലെ ആണി സാഹിൽ കി പിണ്ടലിമേ സാഹിലിൻ്റെ കാൽമുട്ടിൻ്റെ ബാക്കിലുള്ള ഭാഗത്ത് ലഗുകൈ തറച്ചു കൊണ്ടു. 1 ഇഞ്ച് ഗഹര 1 ഇഞ്ച് ഗഹര ഹോഗയ ഗഹര ഗഡ്ഡ ഹോഗയ അല്ലേ, 1 ഇഞ്ച് നീളത്തിൽ എന്തുണ്ടായി ഗഹര ഗഡ്ഡ മീൻസ് പിച്ച് അല്ലേ, പിച്ച് അല്ലേ, 1 ഇഞ്ച് നീളത്തിൽ ഒരു ആഴത്തിൽ എന്തുണ്ടായി ഒരു മുറിവുണ്ടായി. उसके बाद അതിനുശേഷം उसे सरकारी अस्पताल में पट्टी बंधवाने के लिए ले जाया गया. उसने देखा कि 2 लोगों को छोड़कर आगे बेला गड़ी है. सिर में पट्टी बंधवाने आई है. स्कूल आते जाते हुए और कक्षा में कई दिनों तक 2 ऐसे बच्चे दिखाई देते रहे जिनमें से एक के सिर पर पट्टी बंधी होती और एक की पिंडली में. सफ़ेद पट्टी वाले ये दोनों कहीं पर भी साथ ही दिखाई देते. ഉസെ സർക്കാരി അസ്പത്താൽ മേ അങ്ങനെ നമ്മുടെ സാഹിലിനെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പട്ടി ബന്ധുവാനെ കെലിയയിലെ ജായകർത്ത ബാൻഡേജ് ഇടാൻ വേണ്ടിയിട്ട് അവനെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ഉസ്നെ ദേക്ക ആ സമയത്ത് അവൻ കണ്ടു കി അതായത് 2 ലോഗോം കോ ചോടുക്കർ 2 ആളുകൾക്ക് ശേഷം ചോടുക്കർ ആകെ 2 ആളുകൾക്ക് ശേഷം ബേള ഗഡി ഹേ അവിടെ ആരുണ്ട്, ബേള നിൽക്കുന്നുണ്ട്. സിർമേ പട്ടി ബന്ധുവാനെ ആയി ഹേ തലയിലെ അതായത് മുറിവ് മാറ്റിക്കെട്ടാൻ വന്നതാണ്. സ്കൂൾ ആത്തെ ജാത്തെ ഹുയെ और कक्षा में कई दिनों तक 2 ऐसे बच्चे दिखाई देते. സ്കൂൾ ആത്തെ ജാത്തെ ഹുയെ സ്കൂളിലേക്ക് വരുന്നതും പോകുന്നതും और कक्षा में ക്ലാസ്സിൽ കൈ ദിനോം തക്ക് ഒരുപാട് ദിവസങ്ങൾ വരെ 2 ऐसे बच्चे ഇപ്രകാരത്തിലുള്ള 2 കുട്ടികളെ ദിഖായി ദേത്തെ രഹേ അല്ലേ, 2 കുട്ടികളെ കാണാമായിരുന്നു. എങ്ങനത്തെ ഏത് കുട്ടികളതിന് ജിൻമേം സേ അവരിൽ ആ കുട്ടികളിൽ ഏക്ക് കെ സിർപ്പർ ഒരാളുടെ തലയിൽ പട്ടി ബന്ദി ഹോത്തി ബാൻഡേജ് ഉണ്ടായിരുന്നു. ഏക്ക് കി പിണ്ടലിമേം ഒരാളുടെ കാൽമുട്ടിന് ബാക്ക് സൈഡിലായിട്ടും കെട്ടുണ്ടായിരുന്നു. സഫേദ് പട്ടി വാലെ ഏ ദോനും ഈ വെള്ള കെട്ടുള്ള അല്ലെങ്കിൽ വെള്ള ബാൻഡേജുള്ള ഏ ദോനും ഈ 2 പേരും കഹീം പർ ബി എല്ലായിടത്തും സാത്തിഹി ദിഖായി ദേത്തെ എവിടെ പോയാലും അവരെന്താണ് സാത്തിഹി ദിഖായി ദേത്തെ ഒന്നിച്ചാണ് അവരെ കാണപ്പെടുന്നത്. അപ്പോൾ ഏക്ക് സിർ പർ സഫേദ് പട്ടി ഹേ ദൂസരേ കെ पिंडली दूसरे के पिंडली में. ओके नेक्स्ट 5वीं कक्षा का रिजल्ट आ गया. दोनों चढ़ी में आ गए. ये स्कूल 5वीं तक ही था. 5वीं कक्षा का रिजल्ट आ गया അങ്ങനെ 5th സ്റ്റാൻഡേർഡിൻ്റെ അല്ലെങ്കിൽ 5th ക്ലാസ്സിൻ്റെ റിസൾട്ട് ആ ഗയ അങ്ങനെ വാർഷിക പരീക്ഷയൊക്കെ കഴിഞ്ഞിട്ട്
ആനുവൽ എക്സാമിന് ശേഷം എന്തുണ്ടായി, റിസൾട്ടൊക്കെ വന്നു. ദോനം ചടീമേ ആകെ, രണ്ടുപേരും 6th പ്രൊമോഷനായി. ഈ സ്കൂൾ 5വീं തക്ക് ഹീത്ത, ഈ സ്കൂള് 5th സ്റ്റാൻഡേർഡ് വരെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സാഹിൽ അബ് തും കഹാം പഠോഗെ, ബേളാനെ പൂച്ച. സാഹിൽ അബ് തും കഹാം പഠോഗെ, ഇനി നീ എവിടെ പഠിക്കും? ബേളാനെ പൂച്ച, ബേള ചോദിച്ചു. അവർ തും കഹാം പഠോഗി ബേല, സാഹിലിനെ പൂച്ച. അതേ സമയം തന്നെ നമ്മുടെ സാഹിലും ചോദിക്കുകയാണ്, അവർ തും കഹാം പഠോഗി ബേല, നീ എവിടെ പഠിക്കും? ഇനി എവിടെയാണ് നീ പഠിക്കുന്നത് ബേള എന്ന് സാഹിൽ ചോദിച്ചു. मेरे पापा कह रहे थे कि तुझे राजकीय कन्या पाठशाला में पढ़ाएंगे और तुम. मेरे पापा कह रहे थे, എൻ്റെ അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, कि അതായത് തുജെ, നിന്നെ രാജകീയ കന്യാ പാഠശാലമേ, ഗവൺമെൻറ് ഗേൾസ് ഹൈസ്കൂളിൽ പഠായെങ്കെ, നിന്നെ പഠിപ്പിക്കും. और तुम, നീയോ സാഹിൽ? മുझे അഗലെ സാൽ അജ്മേർ ഭേജ് ദേങ്കെ, എന്നെ അടുത്ത വർഷം അജ്മേരിലേക്ക് അയക്കും. വഹാം ഏക്ക് ഹോസ്റ്റൽ ഹേ, അവിടെ ഒരു ഹോസ്റ്റൽ ഉണ്ട്. ഗർസെ ദൂർ വഹാം അക്കേല രഹൂങ്ക, ഗർസെ വീട്ടിൽ നിന്ന്, ദൂർ വഹാം അക്കേല രഹൂങ്ക, ഞാൻ അവിടെ ഒറ്റയ്ക്കായിരിക്കും. അപ്പോൾ ഹോസ്റ്റലിൽ നിന്നിട്ടാണ് ഞാൻ ഇനി പഠിക്കാൻ പോകുന്നത് അജ്മേർ. ഓക്കെ. ക്യോം സാഹിൽ, എന്ത് സാഹിൽ അങ്ങനെ? പത്താ നഹീം ക്യോം, എനിക്കറിയില്ല, എന്താണെന്ന് എനിക്ക് അറിയില്ല. तो यानी कि अब तुम फुलेरा में ही नहीं रहोगी, അങ്ങനെയാണെങ്കിൽ നീ അബ് തും, ഇനി നീ ഫുലേര में ही नहीं रहोगे, നീ ഫുലേരയിൽ ഉണ്ടാവില്ലല്ലേ സാഹിലെ? നഹീം, ഇല്ല. തുമാര റിപ്പോർട്ട് കാർഡ് ദിഖാനാ, നിന്റെ പ്രോഗ്രസ് റിപ്പോർട്ട് കാർഡ് ഒന്ന് കാണിച്ചു തരൂ. സാഹിൽ बेला का रिपोर्ट कार्ड देख रहा था और बेला साहिल का. आज आखिरी बारी वे एक दूसरे की कोई चीज़ को छू कर देख रहे थे. बेला സാഹിൽ ബേള കാ റിപ്പോർട്ട് കാർഡ് ദേഖ് രഹാ താ, സാഹിൽ ബേളയുടെ റിപ്പോർട്ട് കാർഡ് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഔർ ബേള സാഹിൽ കാ, ബേള സാഹിലിൻ്റെയും. ആജ് ആഖിരി ഭാരി, ആഖിർ മീൻസ് ലാസ്റ്റ് അല്ലേ, എൻഡ്. ആജ് ആഖിരി ഭാരി, ഇന്ന് അവസാനമായിട്ട്, വേ ഏക്ക് ദൂസരേക്ക്, രണ്ടാളും പരസ്പരം, കോയി ചീസ് കോ ചൂക്കർ ദേഖ് രഹാ താ, പരസ്പരം എന്ത് ചെയ്യായിരുന്നു? ഒരാളുടെ ബേളയുടെ പ്രോഗ്രസ് കാർഡ്, അല്ലെങ്കിൽ ഒരാളുടെ വസ്തു, അല്ലെങ്കിൽ ബേളയുടെ പ്രോഗ്രസ് കാർഡ് സാഹിലും സാഹിലിൻ്റെ പ്രോഗ്രസ് കാർഡ് ബേളയും അവസാനമായിട്ട് അവർ ചെക്ക് ചെയ്യായിരുന്നു, നോക്കുമായിരുന്നു. തുമാരി ആങ്കുമേം ആംസു ക്യോം ആ രഹേ ഹേ ബേള, തുമാരി ആങ്കുമേ, നിൻ്റെ കണ്ണുകളിൽ നിന്ന്, ആംസു, ആംസു മീൻസ് ടിയർ, കണ്ണുനീർ, ക്യോം ആ രഹേ ഹേ, എന്തുകൊണ്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത് ബേള? മുझे क्या पता, बेला ने डबडबाई आंखों से हंसते हुए कहा. മുझे ക്യാ പത, എനിക്ക് എന്തറിയാം, എന്തിനാ വരുന്നത്, അല്ലെങ്കിൽ എന്താണ് എൻ്റെ കണ്ണ് നിറയുന്നതെന്ന് എനിക്ക് എങ്ങനെ അറിയാം? ബേളാനെ, ബേള ഡബ്ഡബായി ആങ്കോംസെ, നിറഞ്ഞ കണ്ണുകളോടെ അല്ലേ, ഡബ്ഡബായി ആങ്കെ മീൻസ് നിറഞ്ഞ കണ്ണുകളോടെ, ഹൻസ്തേ ഹുയെ കഹ, ചിരിച്ചുകൊണ്ട് അവൾ പറഞ്ഞു. സാഹിൽ കി ആങ്കേം ബീർബഹൂട്ടി കി തര ലാൽ ഹോനെ ലഗീത്തി. ഇത് കേട്ടപ്പോൾ സാഹിൽ കി ആങ്കേം, സാഹിലിൻ്റെ കണ്ണുകളും, ബീർബഹൂട്ടി കി തരഹ്, ബീർബഹൂട്ടിയെ പോലെ, ലാൽ ഹോനെ ലഗീത്തി, റെഡ് കളറാവാൻ തുടങ്ങിയിരുന്നു. ഔർ ഉന്മേം, അതിൽ, ആ കണ്ണുകളിൽ, ബാരിഷ് കി ബൂന്തോം സ, മഴത്തുള്ളികൾ, ബാരിഷ് കി ബൂന്തോം റെയിൻ ഡ്രോപ്സ് അല്ലേ, ബാരിഷ് കി ബൂന്തോം സ, മഴത്തുള്ളികൾ പോലെ, പാനി ബർഗയാത്ത, വെള്ളം നിറയുന്നുണ്ടായിരുന്നു. ബേള കെഹ്നെ ലഗി, ബേള പറയാൻ തുടങ്ങി. മേം ചിടാവും, ഞാൻ നിന്നെ കളിയാക്കട്ടെ. അബ് തുമേം അല്ലേ, മേം ചിടാവു അബ് തുമേ എന്ന് പറഞ്ഞാൽ, മേം ചിടാവും, ഞാൻ കളിയാക്കും, അബ് തുമേം, ഇപ്പോൾ നിന്നെ, മേം ചിടാവു അബ് തുമേം, ഞാൻ നിന്നെ ഇപ്പോൾ കളിയാക്കട്ടെ. രോനി സൂരത് സാഹിൽ, രോനി സൂരത് സാഹിൽ, രോനി സൂരത്ത്, കരയുന്ന മുഖമുള്ള സാഹിലെ, രോനി സൂരത് സാഹിൽ, കരയുന്ന മുഖമുള്ള സാഹിലെ എന്ന് വിളിച്ച് ഞാൻ നിന്നെ കളിയാക്കിക്കോട്ടെ. ഓക്കെ. बारिशों, लास्ट पैराग्राफ. बारिशों आने में 8 महीना बाकी था, लेकिन यह बारिशों से पहले की बारिश का एक दिन था. आसमान में घटाएं गिरी थी, धूल भरी तेज हवाएं चल रही थी, पानी बरस रहा था. फुलेरा कस्बे की बादल छाई एक गली में 5वीं से छठी में चली गई एक लड़की जा रही थी. उसके भूरे बाल बीरबहुटियों के रिंग के लाल रिबन से बांधे थे.
दूसरी दिशा को जाती एक गली में 5वीं से चढ़ी में गए एक 11 साल का लड़का जा रहा था। इसकी पिंडली में बीरबहूटी के रिंग का सा 1 इंच लंबा चोट का निशान था। ബാരിഷോം ആനേമേ മഴ വരുന്നതിന് ടേട്ട് മഹീന ബാക്കിത്ത, അതായത് മഴക്കാലം ആവാൻ ഇനി ടേട്ട് മഹീന 1.5 മാസം ബാക്കിയുണ്ടായിരുന്നു. ലേക്കിൻ ഏ ബാരിഷോം സേ, എന്നാൽ ഏ ബാരിഷോം സേ പെഹലേക്ക് ബാരിഷ് കാ, മഴക്കാലത്തിൻ്റെ മുന്നേയുള്ള ഒരു ബാരിഷ് കാ, ഒരു മഴയുടെ ഏക് ദിൻ ത, ഒരു ദിവസമായിരുന്നു. ആസ്മാൻ മേ ഘട്ടായം ഗിരീത്തി, ആകാശത്തിൽ ഘട്ടായം ഗിരീത്തി, മേഘങ്ങൾ ഉണ്ടായിരുന്നു. ധൂൾഭരി തേജ് ഹവായും, ധൂൾഭരി, ധൂൾഭരി, ധൂൾ മീൻസ് ഡസ്റ്റ്, പൊടി, ധൂൾഭരി തേജ് ഹവായും, പൊടി നിറഞ്ഞ കാറ്റുകൾ, പൊടിക്കാറ്റ്, അതായത് വേനൽക്കാലമാണ്. അപ്പോൾ ആദ്യം മഴയും കാറ്റൊക്കെ ഉണ്ടാകുന്നതിന് മുന്നേ എന്ത് ചെയ്യും, മഴയും കാറ്റൊക്കെ കാറ്റ് വീശുമ്പോൾ അത് പൊടി പറക്കാൻ തുടങ്ങും. അതാണ് ധൂൾഭരി തേജ് ഹവായും ചൽ രഹീത്തി, പൊടി നിറഞ്ഞ കാറ്റ്, ചൽ രഹീത്തി, ഹവായും ചൽ രഹീത്തി, കാറ്റ് വീശാൻ തുടങ്ങി. പാനി ബരസ് രഹാത്ത, മഴ പെയ്യാൻ തുടങ്ങി. ഫുലേര, മഴ പെയ്തുകൊണ്ടിരുന്നു. ഫുലേര കസ്ബേക്കി ബാദൽ ചായി ഏക്ക് ഗലിമേ 5വീം സേ, ഫുലേര കസ്ബേക്കി ബാദൽ ചായി, അല്ലേ, ഫുലേര കസ്ബയുടെ ബാദൽ ചായി ഏക്ക് ഗലിമേ, എന്താണ്, മഴമേഘങ്ങൾ വ്യാപിച്ചിട്ടുള്ള ആ ഗലിയിൽ നിന്ന്, ഗലിയിലെ ഏക്ക് ലടുക്കി ജാ രഹി തി, സോറി, गली में 5वीं से चढ़ी में चली गई एक लड़की जा रही थी. ഫുലേര കസ്ബേക്ക് ബാദൽ ചായി, അല്ലേ, ഫുലേര കസ്ബയിലെ മേഘാവൃതമായിട്ടുള്ള ഏക്ക് ഗലീമേം, ആ ഒരു ഗലിയിൽ നിന്ന്, പ്രദേശത്ത് നിന്ന്, 5വീം സേ 5th നിന്ന്, ചടീമേം 6th ചലി ഗയി ഏക്ക് ലടുക്കി, 6th സ്റ്റാൻഡേർഡിലേക്ക് പോകുന്ന ഏക്ക് ലടുക്കി, ഒരു പെൺകുട്ടി, ജാ രഹി തി, പോകുന്നുണ്ടായിരുന്നു. ഉസ്കെ ബൂരെ ബാൽ, അവളുടെ ബൂരെ ബാൽ, ബ്രൗൺ ഹെയർ, ബ്രൗൺ കളറുള്ള അവളുടെ തലമുടിയിൽ എന്താണ്, ലാൽ റിബൺസേ ബാന്ധേത്തെ, അല്ലേ, ഹെയർ ലാൽ റിബൺസേ ബന്ധേത്തെ, അല്ലേ, റെഡ് കളറുള്ള റിബൺ കൊണ്ട് കെട്ടിയിട്ടുണ്ടായിരുന്നു. ദൂസരി ദിശാക്കോ ജാതി, വേറൊരു ദിശയിൽ എന്താണ്, ജാതി, ദിശയിൽ നിന്ന് പോകുന്ന, ഏക്ക് ഗലി മേ 5വീം സേ ചടി മേ ഗയ ഏക്ക് 11 സാൽ കാ ലഡ്ക, 5th സ്റ്റാൻഡേർഡിൽ നിന്ന് 6th പോകുന്ന, സ്കൂളിലേക്ക് പോകുന്ന ഏക്ക് 11 സാൽ കാ, ഒരു 11 വയസ്സുള്ള ലഡ്ക, ആൺകുട്ടി, ജാ രഹാത്ത, പോകുന്നുണ്ടായിരുന്നു. ഇസ്കി പിണ്ടലിമേ, ഇവൻ്റെ പിണ്ടലിമേ, അല്ലേ, കാൽമുട്ടിന് താഴെയായിട്ട്, ബീർബഹൂട്ടിക്ക് രംഗ് കാസ, ബീർബഹൂട്ടിയുടെ കളറുള്ള 1 ഇഞ്ച് ലംബ, 1 ഇഞ്ച് നീളമുള്ള, ചോട്ട് കാ നിശാൻ ത, ചോട്ട് മീൻസ് വൂണ്ട്, മുറിയുടെ നിശാൻ ത, നിശാൻ മീൻസ് സൈൻ, അല്ലേ, അതായത് സൈൻ, മാർക്ക്, അടയാളം എന്നൊക്കെ പറയും. ഓക്കെ, ओके आज की कक्षा में आपने क्या क्या मालूम हो गया आपको? बेला के सिर पर सफ़ेद पट्टी हो गई, ले बेलയുടെ തലയിൽ വെള്ളക്കെട്ടുണ്ടായി, മുറിവുണ്ടായി. उस समय सभी छात्रों ने कुछ कहकर उसको चिढ़ा दिया, ले എന്തൊക്കെയോ പറഞ്ഞിട്ട് അവളെ വാശി പിടിപ്പിച്ചു. तब परेशान होते हुए साहिल क्या पूछा, ए बेला क्या हो गया, എന്താ ബേള സംഭവിച്ചത്? तब बेला ने क्या कहा, എന്താ ബേള പറഞ്ഞത്? छत से गिर गई, ले ടെറസിൽ നിന്ന് വീണു. देन दीपावली की छुट्टियों में बेला के सिर पर चोट लगी. उसके बाद रविवार के दिन साहिल ने अपने घर के नीम के पेड़ के डाली पर झूम कर रहा था. तब स्टूल की
कील साहिल की पिंडली में लग गई, एक गहरा गड्ढा हो गई, एक गहरा 1 इंच गहरा गड्ढा हो गई। देन कुछ दिनों तक दोनों ने सफ़ेद पट्टी वाले दोनों ने साहिल और बेला ने स्कूल में आते जाते कहीं भी देखते रहे। ओके, देन पाँचवीं कक्षा का रिजल्ट आ गया, दोनों स्टडी में आ गए। अभी उस स्कूल अभी 5वीं तक ही था, इसलिए वे दोनों अलग अलग स्कूल में दाखिल होने गए। ओके, मैं अच्छी तरह आप सभी को ये बीरबहुटी नामक ये कहानी मालूम हो गया। ओके, इस कक्षा में अभी समाप्त करती हूँ। धन्यवाद, फिर मिलेंगे।